ഈ കഴിഞ്ഞ A+ വാങ്ങിയ കുട്ടികളാരും ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് എത്ര A+ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കരുത്. എത്ര A+കൾ എന്ന് അവരെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കരുത്. കാരണം നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏതെന്ന് ചോദിക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്രം പെറുക്കിയെടുത്ത് തരാൻ കഴിയുമായിരുന്നു. പക്ഷേ 2025-26 SSLC എഴുതുന്ന, അതായത് ഇപ്രാവശ്യം SSLC എഴുതുന്ന മക്കൾക്ക് ഇമ്പോർട്ടന്റ് ഏതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് മുഴുവനും അതേപടി അണ്ണാക്കിലേക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. അത് മുഴുവൻ പഠിക്കണം, അല്ലാതെ ഒന്ന് ഇമ്പോർട്ടന്റ് മറ്റേത് ഒഴിവാക്കിയെന്ന് പറയാനുള്ള ഒരു ഭാഗമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട കഴിഞ്ഞു പോയ SSLC-യിൽ A+ വാങ്ങിയതും 5A+ഉം 10A+ വാങ്ങിയ എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ പറയട്ടെ, ഇനി SSLC എഴുതുന്ന മക്കളോട് നിങ്ങൾ ഒരിക്കലും A+കളുടെ എണ്ണം ചോദിക്കരുത്. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്ന A+കൾ അവർക്കുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങളായിട്ട് വെറുതെ കളിയാക്കുന്ന രൂപത്തിലേക്ക് അവരെത്തി പോകരുത്. കാരണം നിങ്ങളും അവർ രാപ്പകൽ വ്യത്യാസമുണ്ട് സിലബസിന്റെ കാര്യത്തിലും ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ കാര്യത്തിലും. അതുകൊണ്ട് മക്കളെ ഒരിക്കൽ പോലും അവരെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ A+ന്റെ പേരിൽ നിങ്ങൾ അവരെ വേർതിരിച്ച് കാണരുത്. ഇപ്പോൾ എക്സാം എഴുതുന്ന കുട്ടികൾ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നവരാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നേറാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് എന്തോ എവിടെയൊക്കെയോ ഇങ്ങനെ വലിച്ചു വാരിയ സിലബസുകളായതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുന്നുണ്ട്.